76 വർഷമായി തുടരുന്ന ലോകത്തെ ഏറ്റവും ശക്തമായ പ്രതിരോധ സഖ്യങ്ങളിലൊന്നിനെ തകർച്ചയുടെ വക്കിലേക്ക് തള്ളിയിട്ടിരിക്കുകയാണ് ഇറാൻ യുദ്ധം. ഒരുപക്ഷെ ഹമാസ് എന്ന് പറയുന്നതാകും കൂടുതൽ ശരി. പറഞ്ഞു വരുന്നത് നാറ്റോയെക്കുറിച്ചാണ്. സമീപ വർഷങ്ങളിൽ ഒട്ടേറെ പ്രതിസന്ധികളെ അതിജീവിച്ച നാറ്റോ ഇറാൻ യുദ്ധം ഒരു മാസം പിന്നിടുമ്പോൾ ഏതാണ്ട് തകർച്ചയെ അഭിമുഖീകരിക്കുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാക്കുകളിൽ അത് പ്രകടവുമാണ്. വിശദമായി നോക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ഇറാനുമായുള്ള US-ഇസ്രായേൽ യുദ്ധം മുക്കാൽ നൂറ്റാണ്ടിന്റെ പഴക്കമുള്ള നാറ്റോ കൂട്ടായ്മയെ കൊണ്ടെത്തിച്ചിരിക്കുന്നത് രൂപീകരണ ശേഷമുള്ള ഏറ്റവും ദുർബലമായ അവസ്ഥയിലേക്കാണ്. യുക്രൈനിലെ റഷ്യൻ അധിനിവേശത്തെ ഉൾപ്പെടെ അതിജീവിച്ച നാറ്റോ ഇപ്പോൾ പ്രതിസന്ധി നേരിടുന്നത് യൂറോപ്പിൽ നിന്ന് വളരെ അകലെ നടക്കുന്നൊരു സംഘർഷത്തിന്റെ ഭാഗമായിട്ടാണ് എന്നതാണ് ഏറ്റവും കൗതുകകരം. യുദ്ധം യൂറോപ്പിലല്ലെങ്കിലും നാറ്റോയ്ക്കുള്ളിൽ അത് ഗുരുതരമായ അഭിപ്രായ വ്യത്യാസങ്ങളാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ആഗോള എണ്ണ കയറ്റുമതിക്കുള്ള പ്രധാന സമുദ്രപാതയായ ഹോർമൂസ് കടലിടുക്ക് സുരക്ഷിതമാക്കാൻ യൂറോപ്യൻ രാജ്യങ്ങൾ അവരുടെ നാവികസേന അയക്കണമെന്ന് അമേരിക്ക പ്രതീക്ഷിച്ചിരുന്നു. അതിനായി ട്രംപ് ആഹ്വാനവും ചെയ്തു. എന്നാൽ യൂറോപ്യൻ രാജ്യങ്ങൾ ട്രംപിന്റെ എല്ലാ പ്രതീക്ഷകളെയും തകിടം മറിച്ചതാണ് കാര്യങ്ങൾ ഇത്തരത്തിലാക്കിയത്. ഇറാനിലെ യുദ്ധത്തിൽ നിന്ന് പുറത്തു കടക്കാനാകാതെ നട്ടം തിരിയുന്ന ട്രംപിനെ സംബന്ധിച്ചിടത്തോളം യൂറോപ്യൻ രാജ്യങ്ങളുടെ നിലപാട് ഇരട്ട പ്രഹരമായിരുന്നു. അതോടെയാണ് ട്രംപ് പാടെ നാറ്റോയ്ക്കെതിരെ നിലപാട് കൈക്കൊള്ളാൻ ആരംഭിച്ചത്. നാറ്റോ വെറുമൊരു കടലാസ് പുലിയാണെന്നായിരുന്നു ട്രംപിന്റെ വിമർശനം. ഒപ്പം അതിൽ നിന്ന് പിന്മാറുന്ന കാര്യം ഗൗരവമായി പരിഗണിക്കുന്നുണ്ടെന്നും ദി ടെലിഗ്രാഫിന് നൽകിയ അഭിമുഖത്തിൽ ട്രംപ് പറഞ്ഞിരുന്നു. നാറ്റോയിൽ നിന്ന് ഔദ്യോഗികമായി പിന്മാറിയാലും ഇല്ലെങ്കിലും യൂറോപ്യൻ സഖ്യകക്ഷികൾ ആക്രമിക്കപ്പെട്ടാൽ അവരെ സഹായിക്കാൻ അമേരിക്ക എത്തില്ല എന്ന അഭൂതപൂർവമായ ആശങ്കകൾക്കും ട്രംപിന്റെ സമീപകാല പ്രസ്താവനകൾ കാരണമായിട്ടുണ്ട്. രണ്ടാം ലോക യുദ്ധാനന്തരം രൂപം കൊണ്ട നാറ്റോ കെട്ടിപ്പടുത്തത് ഒരു പ്രധാന ഉറപ്പിന്മേലാണ്. അംഗരാജ്യങ്ങളിൽ ആരെങ്കിലും ആക്രമിക്കപ്പെട്ടാൽ മറ്റുള്ള രാജ്യങ്ങൾ അതിനെ പ്രതിരോധിക്കാനെത്തും. പക്ഷേ ഇനിയുള്ള കാലം ആ ഉറപ്പ് പാലിക്കാൻ അമേരിക്ക തയ്യാറാകുമോ എന്നതാണ് പല യൂറോപ്യൻ നേതാക്കളും സംശയിക്കാൻ തുടങ്ങിയിരിക്കുന്നത്. അമേരിക്കയെ ആശ്രയിക്കാതെ യൂറോപ്പിനെ പ്രതിരോധിക്കാനുള്ള സാധ്യതയെക്കുറിച്ച് പോലും ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് വിവരം. ഒരു കാലത്ത് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒന്നായിരുന്നു ഇത്തരത്തിലുള്ള ഒരു ചിന്ത. യൂറോപ്യൻ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം നിലവിൽ ഇറാനുമായി അമേരിക്ക നടത്തുന്ന യുദ്ധം ട്രംപ് ഭരണകൂടം ഏകപക്ഷീയമായി ആരംഭിച്ച ഒന്നാണ്. നാറ്റോ രാജ്യങ്ങളുമായി ചർച്ച പോലും ഉണ്ടായിട്ടില്ല. അങ്ങനെയിരിക്കെ അമേരിക്കയെ പ്രതിരോധിക്കാൻ തങ്ങൾക്ക് ബാധ്യതയില്ല എന്നാണ് യൂറോപ്യൻ രാജ്യങ്ങളുടെ പക്ഷം. എന്നാൽ ട്രംപിന് ഇത് അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ആവശ്യമുള്ള സമയത്ത് അമേരിക്കയെ സഹായിക്കാൻ നാറ്റോ തയ്യാറാകാത്തതിൽ ട്രംപും അദ്ദേഹത്തിന്റെ ഉദ്യോഗസ്ഥരും നിരാശരാണ്. നിയമപരമായി ട്രംപിന് നാറ്റോയിൽ നിന്ന് പിന്മാറാനുള്ള അധികാരമില്ല. 2023 പാസാക്കിയ ഒരു നിയമം അനുസരിച്ച് US സെനറ്റിന്റെ 2/3 ഭാഗത്തിന്റെയും സമ്മതമില്ലാതെ ഒരു US പ്രസിഡന്റിന് സഖ്യത്തിൽ നിന്ന് പുറത്തു കടക്കാൻ കഴിയില്ല. എന്നാൽ കമാൻഡർ ഇൻ ചീഫ് എന്ന നിലയിൽ US സൈന്യം നാറ്റോ അംഗങ്ങളെ പ്രതിരോധിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ ട്രംപിന് കഴിയും. അതേസമയം നിലവിലെ പ്രതിസന്ധിയെ എല്ലാവരും അസ്തിത്വപരമായ ഒരു പ്രശ്നമായി കാണുന്നില്ല. ഒരു ഫ്രഞ്ച് നയതന്ത്രജ്ഞൻ ട്രംപിന്റെ വാചാടോപത്തെ ഒരു താൽക്കാലിക കോപപ്രകടനമായിട്ടാണ് വിശേഷിപ്പിച്ചത്. ട്രംപ് മുൻപും ഇത്തരം അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയിരുന്നു എന്നാണ് അവരുടെ പക്ഷം.